കലാമണ്ഡലത്തിൽ പഠിച്ചിറങ്ങി നിങ്ങളുടെ ഡിപ്ലോമയ്ക്ക് വിലയുണ്ട്, RLV രാമകൃഷ്ണന്റെ പോലുള്ളവരുടെ ഡോക്ടറേറ്റിന് വിലയില്ലെന്നാണ്. എന്റെ സഹോദര RLV ആയിട്ട് ഞാൻ ഒരു ബന്ധമില്ല. അവര് ഡിപ്ലോമയാണോ ഡോക്ടറേറ്റ് ആണോ എനിക്ക് അറിയേണ്ട ആവശ്യമില്ല. ഒരാവശ്യമില്ല, എനിക്ക് ഒരു പരിചയമില്ല. ഇല്ല, പ്രശ്നം ഉണ്ടോ ഇല്ല എന്നുള്ളത് ഞാൻ നിങ്ങളുടെ അടുത്ത് ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമുണ്ടോ? പ്രശ്നമുണ്ടെന്ന് RLV പറയുന്നുണ്ട്. നിങ്ങൾക്ക് ഇന്നത്തെ പ്രശ്നമെല്ലാം അറിയണോ? അങ്ങനെ എനിക്ക് പറയാൻ സൗകര്യം ഇല്ലെങ്കിലാ അഭിപ്രായം, എന്റെ സ്വന്തം അഭിപ്രായം എനിക്ക് പറയാൻ നിങ്ങളോട്. ഒരു കലാകാരിക്ക് ഇത്രയും ധാർഷ്ട്യം പാടുണ്ടോ മാഡം? ഇത്രയും ധാർഷ്ട്യം പാടുണ്ടോ ഒരു കലാകാരിക്ക്? എന്റെ വീടാ, മനസ്സിലായില്ല? അതുകൊണ്ട് എന്തോ ആവാം, അതുകൊണ്ട് എന്തോ കലാകാരി എന്നുള്ള അഡ്രസ്സിൽ എന്തുമാകാം. സംസാരിക്കാൻ ഇഷ്ടമല്ലാന്ന് നിങ്ങളുടെ റിപ്പോർട്ടറിൽ ഞാൻ വിളിച്ചു പറഞ്ഞു. എന്റെ കയ്യിൽ തെളിവുണ്ട്. ഈ കുട്ടിയോട് ഞാൻ വിളിച്ചു പറഞ്ഞു എനിക്ക് താല്പര്യമില്ലെന്ന്. പിന്നെ നിങ്ങൾ എന്തിനു വന്നു? കേൾക്കണം, മാഡത്തിന് പറയാനുള്ള കേൾക്കണം. പറയാനുള്ള കേൾക്കുമ്പോ മര്യാദയായിട്ട് കേട്ടിട്ട് പോകണം. മര്യാദയ്ക്ക് പറഞ്ഞാൽ മര്യാദയ്ക്ക് കേൾക്കും. മറുപടി കേട്ടിട്ട് പോകണം. അങ്ങനെ കേട്ടിട്ട് പോകാൻ പറ്റില്ലല്ലോ മാം. അങ്ങനെ പറയുന്നത് കേട്ടിട്ട് പോകാനല്ലോ, കേട്ടിട്ട് പോകാനല്ലോ. മര്യാദയ്ക്ക് പറഞ്ഞാൽ മര്യാദയ്ക്ക് കേട്ടിട്ട് പോകും. ധാർഷ്ട്യത്തോട് പറഞ്ഞാൽ ചോദിക്കൂ. ഇല്ല, റിപ്പോർട്ടറെ ഞാൻ ഇതിനകത്ത് കയറ്റൂല എന്ന് ഞാൻ ശബ്ദം ചെയ്തിട്ടുള്ള ഒരാളാണ്. മനസ്സിലായില്ല? നിങ്ങൾ എന്തിനാ വന്നേ? ഞാൻ വരണ്ടെന്ന് പറഞ്ഞില്ല. വരൂല. പിന്നെ വരും. വരണ്ട ആവശ്യമുണ്ട്. പോയാ മതി, ഇത്രയൊക്കെ മതി. എന്തോന്ന് വെളുപ്പാണോന്നോ? അല്ല, നമ്മളിപ്പോ ഒരു അച്ഛനും അമ്മയും കറുത്തിരിക്കുമ്പോ കുട്ടികൾ കറുത്തിരിക്കും. അവര് നൃത്തത്തിലേക്ക് കല പഠിക്കാൻ വരുമ്പോ നിങ്ങൾ മത്സരത്തിന് പോണ്ട, പഠിച്ചോളൂ. എത്രയോ വേദികൾ, ക്ഷേത്രങ്ങളിലോ അല്ലെങ്കിൽ പള്ളികളിലോ പല സ്ഥലത്തും കളിക്കുന്ന കുട്ടികളില്ലേ? നിങ്ങൾ അങ്ങനെയൊക്കെ കളിച്ചോളൂ. മത്സരത്തിന് പോകുമ്പോ സൗന്ദര്യം എന്ന് പറഞ്ഞൊരു കോളം തരികയല്ലേ? അങ്ങനെ കറുത്ത ആൾക്കാർ അതെന്തിനാ അങ്ങനെ വെക്കുന്നതിനാ അവര്? അപ്പൊ നിങ്ങൾ ചാനലുകാര് പോയി പറ. നിങ്ങൾ ചാനലുകാര് ആ കോളെടുത്ത് കളയാൻ പറയണം. സൗന്ദര്യം ഇപ്പൊ ഒരു മേക്കപ്പിന് ഒരു ആർട്ടിസ്റ്റിന് ഒരു കുട്ടിയെ ചെയ്യണമെങ്കിൽ 5000 രൂപ മേടിക്കണം. എന്താ അറിയോ? അതായിക്കോട്ടെ. അപ്പൊ ആ കുട്ടീനെ സൗന്ദര്യം ഉണ്ടാക്കി അങ്ങ് എടുക്കുകയാണ്. മാഡം, ഈ സൗന്ദര്യം ഉണ്ടെന്ന് പറയുന്ന മേഡവും മേക്കപ്പ് ഇട്ടേനല്ലേ സ്റ്റേജിൽ കയറുന്നത്? മാഡം, സൗന്ദര്യം ഉണ്ടെന്ന് പറയുന്ന മേഡവും മേക്കപ്പ് ഇട്ടേനല്ലേ വേദി കയറുന്നത്? ആണ്, അല്ലാതെ അപ്പൊ ആരും കണ്ടോണ്ടിരിക്കില്ല. സൗന്ദര്യം ഇല്ലാത്തവർ മേക്കപ്പ് ഇട്ട് കഴിഞ്ഞാൽ അവർക്കുള്ള സൗന്ദര്യം ഉണ്ടാക്കി എടുക്കുകയാണെന്ന്. സൗന്ദര്യം ഉണ്ടാക്കി എടുക്കുകയാണ്. അപ്പൊ എന്റെ അഭിപ്രായത്തിൽ സൗന്ദര്യം തീരെ ഇല്ലാത്തവര് പ്രത്യേകിച്ച് മോഹിനിയാട്ടത്തിലേക്ക് വരരുതെന്ന് ഞാൻ പറയുള്ളൂ. വേദിയിൽ കയറണ, തെരുവിൽ കളിച്ചാൽ മതി. കയറിക്കോട്ടെ, വേദിയിൽ കയറിക്കോട്ടെ. അരെ ഞാൻ അതിന് ആരുടെയും പേരും പറഞ്ഞിട്ടില്ല, ജാതിയും മതവും പറഞ്ഞു. ഞാൻ പറഞ്ഞത് തന്നെ പിന്നെയും പറഞ്ഞോണ്ടിരിക്കണം. നിങ്ങളെല്ലാരും കൂടെ എന്നെ കൊണ്ട് ആ പേര് അങ്ങോട്ട് പറയിപ്പിക്കണം, അല്ലെങ്കിൽ പ്രശ്നം ഇതാക്കണം. അത്രയല്ലേ? അല്ല, ഇദ്ദേഹം ചോദിച്ചത് നിങ്ങൾ കേട്ടില്ലേ? റിപ്പോർട്ടർ ചോദിക്കണം, നിങ്ങൾക്ക് സൗന്ദര്യം ഉണ്ടെന്ന് ഉറപ്പുണ്ടോന്ന് എനിക്ക്? അല്ല, അത് എന്റെ സൗന്ദര്യത്തിന്റെ ചോദ്യം ചെയ്യാനാണോ നിങ്ങൾ? മാഡം, എനിക്ക് സൗന്ദര്യം ഉണ്ടോ ഇല്ലയോ എന്ന് ഞാനല്ലല്ലോ പറയേണ്ടത്. ഞാൻ ആരും സൗന്ദര്യം ഒരു വ്യക്തി തന്റെ എനിക്ക് തെളിവുണ്ടാ? ഇയാൾക്ക് തെളിവുണ്ടാ? ഞാൻ കറുത്തവർക്ക് സൗന്ദര്യം ഇല്ല നിങ്ങളൊക്കെ വീട്ടിലിരുന്ന് പറയാറുണ്ടാ? ഇല്ല, ആര് പറഞ്ഞു? നിങ്ങളുടെയൊക്കെ വീട്ടിൽ നമുക്ക് വന്നാലേ പറ്റുള്ളൂ. സൗന്ദര്യം എന്റെ ഒരു കലാകാരന് അടിസ്ഥാനം സൗന്ദര്യം എന്നുള്ള സങ്കല്പത്തിന് അടിസ്ഥാനം നിറമാണ് എന്ന് മാഡത്തിന് എങ്ങനെയാണ് അത് അടിവരയിട്ട്? എന്റെ സ്വന്തം അഭിപ്രായം പറയാൻ എനിക്ക് ആരുടെയും ചെലവില്ല. മാഡം ഒരു കലാകാരിയാണ്. ആയിക്കോട്ടെ. ഒരു സമൂഹത്തിനെ കൊണ്ടും എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് സമൂഹത്തിനെ കൊണ്ട് ഇപ്പൊ ഒരു ഗുണമില്ല. ഞാൻ ഇവിടെ പഠിപ്പിക്കുന്നു, എന്റെ കുട്ടികള് എനിക്ക് ഫീസ് തരുന്നു, ഞാൻ കഞ്ഞി കുടിച്ച് ജീവിക്കുന്നു. അത്ര. അല്ലാണ്ട് എനിക്ക് സമൂഹത്തിൽ ഇറങ്ങിയിട്ടേ പാരിതോഷികങ്ങളോ അവാർഡുകളോ ഒന്നും കിട്ടാറില്ല. പിന്നെ അസ്വസ്ഥത അത് എനിക്ക് തന്നെ അഭിപ്രായപ്പെടുന്ന കൈരളി ചാനലിനെ അറിയിക്കേണ്ട ആവശ്യമില്ല കേട്ടാ. 24 മിനിറ്റുള്ള വീഡിയോ ആണ്. അതിന്റെ